സർക്കസ് ഇഷ്ടപ്പെടാത്തവരായി ആരാ ഉള്ളത് അല്ലേ? ഞാനിന്ന് ഫണ്ടാസിയ സർക്കസ് കാണാൻ പോയതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ദേ ഈ വരുന്ന പുള്ളിക്കാരിയെ കണ്ടോ? ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് തരുന്നതാണ്. വളരെ ക്യൂട്ടായിട്ട് തോന്നി. എന്തായാലും സമയം കളയേണ്ട, നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് £9.50 ആണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള അവസരവും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നാട്ടിൽ ധാരാളം സർക്കസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് UK കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി എനിക്കുണ്ട് കേട്ടോ. നമ്മൾ അകത്തോട്ട് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആണ്. അവർ കാർഡ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല, ക്യാഷ് മാത്രം. ഇതുപോലെ ഫ്ലാഗ് ഒക്കെ ആട്ടി നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇത് ഓരോ ഇയറിലും ഉണ്ട്, പക്ഷേ ഈ ഇയറിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മാത്രം. നമുക്കിനി പ്രോഗ്രാമിലോട്ട് കിടക്കുമ്പോൾ അവർ ആദ്യമായിട്ട് കാണിക്കുന്നത് വീൽ ഓഫ് ഡെത്ത് ആണ്. നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിൽ വോൾ ഓഫ് ഡെത്ത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ പേടിപ്പിക്കുന്നതും പക്ഷേ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ ലൈവായിട്ട് കാണുന്നത്. വളരെ രസകരമായി തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷനാണ്, ക്വിക്ക് ചേഞ്ച് കോസ്റ്റ്യൂം ഇല്യൂഷൻ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ പെൺകുട്ടി പാടുന്നതും ഈ പെൺകുട്ടി ഇങ്ങനെ ക്വിക്കായിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നതും കൂടെ കാണുമ്പോൾ വളരെ കണ്ണെടുക്കാൻ സാധിക്കില്ല, ആ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ എല്ലാവരും നല്ല സൂപ്പർ മോഡൽസ് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഈ പ്രോഗ്രാം കണ്ടത്. പിന്നെ ഉള്ളത് ക്ലൗഡ് സ്വിങ് ആണ്. ഇത് കോമൺലി നമ്മൾ കണ്ടിട്ടുണ്ടാവണം വീഡിയോസിലൊക്കെ. ഇതും വളരെ രസിപ്പിക്കുന്നതും പക്ഷേ കുറച്ച് പേടിപ്പിക്കുന്നതായിട്ടുണ്ട്. കാര്യം ഇത് എൻ്റെ നേർക്കാണ് ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് മാത്രം. പിന്നെ ഉള്ളത് സ്പിന്നിങ് പ്ലേറ്റ് ആക്സ് ആണ്. ഇത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ടത് ലൈവ് ഓർക്കസ്ട്രയാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ ഒരു ആക്ഷനും കൂടെ ആയപ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ഉള്ളത് നമ്മുടെ ബാംബു ബോയ്സ് ടീം. ഇവരുടെ ഓരോ ആക്ഷൻസും ഡാൻസ് ചെയ്താണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കിതിൻ്റെ എൻറ്റയർ ഷോ എടുക്കാൻ പറ്റത്തില്ല. അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് എൻറ്റയർ ഷോ എടുക്കരുത്, വളരെ ഷോർട്ടാക്കി എടുക്കാവൂ എന്നുള്ളത്. പിന്നെ അവരുടെ ഹൂപ്പ് ഡൈവിങ് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹൂപ്പ് ഡൈവിങ്ങും ഫയർ വർക്സിൻ്റെയൊക്കെ ഒരുപാട് പെർഫോമൻസ് അവർ കാണിക്കുന്നുണ്ട്, പക്ഷേ വളരെ ഷോർട്ടായിട്ടുള്ളത് മാത്രമേ ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ തീ വിഴുങ്ങുന്നതും തീയുടെ ഇടയിൽ കൂടെ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് പെർഫോമൻസ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ക്യാൻഡി ഫ്ലോസ് കഴിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാനത് വാങ്ങി കഴിച്ചു. നമ്മുടെ നാട്ടിലെ ബോംബെ മിഠായി നമ്മുടെ നാട്ടിൽ പല കളേഴ്സിൽ കിട്ടും, പക്ഷേ ഇവിടെ വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു നിരാശയിൽ മാത്രം. എന്തായാലും കുഴപ്പമില്ല, നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടി. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ പെർഫോമൻസ് ആണ്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷേ വളരെ രസകരമായിട്ട് തോന്നി. ഇതൊക്കെ നേരിട്ട് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കാര്യം ഈ ഒരു ലൈറ്റ് എഫക്റ്റിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ, അത് ഭയങ്കര രീതിയിൽ അവരുടെ ജോക്സൊക്കെ ഭയങ്കര രീതിയിൽ വർക്കൗട്ടായി. എനിക്ക് പ്രത്യേകിച്ച് ആ അമ്മച്ചിയെ ഇഷ്ടപ്പെട്ടു. അമ്മച്ചിയുടെ ആ വോയിസും ആക്ഷനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇവർ നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ വന്നിട്ട് ബോൾസൊക്കെ ഇട്ട് കളിക്കും, നമ്മുടെ ഇടയിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് പോകും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ലാസ്റ്റ് ഈ സോങ്ങോട് കൂടി തീരുകയാണ്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു.